ബലവാനേ നീ പരിശുദ്ധനാകുന്നു. കേറിയാലോ മോനാളെ ഇവിടെയും കൂടി ഇച്ചിരി വൃത്തിയാക്കാണ്ട് മോനാളെ, എന്നിട്ട് അങ്ങ് പോവാം. ശങ്കര, നീ വെട്ടുന്നോണ്ട് എനിക്കാണല്ലോ ശങ്കുവൻ എടുക്കുന്നത്. ഇനിയിപ്പോ എല്ലാം അറ്റാക്കുമ്പോൾ ഞാനങ്ങ് തട്ടി പോവാടാ ശങ്കര. എന്റെ മുതലാളിക്ക് എപ്പോഴും വാ തുറന്ന് ഈ ചാവുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. മുതലാളി ഉടനെ ഒന്നും ചാവത്തില്ല. മുതലാളിയുടെ കൊച്ചുമക്കളെ കണ്ട് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ മുതലാളി ചാവത്തുള്ളൂ. എടാ, മണി 5 പാടത്ത് പണി നിർത്തിയില്ലേടാ? ഓ, ശങ്കരനുമായിട്ട് ഓരോ മിണ്ടിയും പറഞ്ഞിട്ട് സമയം പറഞ്ഞില്ല. ഞങ്ങള് കയറുവാ. ആ, തുമ്മിക്കുഞ്ഞോ പോയതാ? ഞാനൊന്ന് ചന്ത വരെ പോയതാ. എടാ ശങ്കര, വൈകിട്ടാകുമ്പോ ഒരു അര മേടിച്ചേക്കണേ. എന്റെ ഷെയർ അങ്ങ് അന്നേക്കാം. ഒന്ന് മറിക്ക, ഞാനങ്ങ് പൊക്കോട്ടെ. മുതലാളിക്ക് ഈടെയായിട്ട് ഇച്ചിരി വെള്ളപടി കൂടുതലാ. അമ്മച്ചി അറിഞ്ഞാൽ പ്രശ്നം ആവുവേ. ഇതൊക്കെയല്ലടാ ഒരു രസം. സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടോ? ഈ ശങ്കരന്റെ കപ്പമുളകുണ്ടല്ലോ, അടിപൊളിയാണ്. അതാണ് നമ്മുടെ ശങ്കരന്റെ പെമ്പറന്നൊക്കെ കൈപ്പുണ്യം. എടാ, നിന്റെ പെണ്ണുമ്പിള്ളനെ പൊക്കിയെന്നും പറഞ്ഞല്ലേ കേട്ടോ. എടാ, നിന്റെ മോന് ഈ ക്രിസ്മസിനെങ്കിലും അമേരിക്കയിൽ നിന്ന് വരുവാടാ. ഇപ്പൊ തന്നെ 10-15 കൊല്ലവും ഇല്ലടാ അവൻ വന്നിട്ടും വിളിച്ചിട്ടൊക്കെ. വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ സണ്ണിമോന്റെ കാര്യം പറഞ്ഞേക്കല്ലേ. മുതലാളിക്ക് വിഷമാവുന്നേ. എന്തോന്ന് വിഷമം? നീ ഒരെണ്ണം കൂടി ഇങ്ങോട്ട് വിളിക്കും. ഒന്നേ ഉള്ളെന്ന് ഓർത്ത് ഓമനിച്ച് വളർത്തിയതാ. പഠിപ്പിച്ച അവസാനം ജോലിക്കായിട്ട് അമേരിക്ക അയച്ച് അവിടുന്ന് വേറൊരു മതത്തിൽ ഒരു പെണ്ണിനെയും കെട്ടിയിട്ട് അവനെന്നെ വിളിച്ചു പറയാ, അപ്പച്ച എന്റെ കല്യാണം കഴിഞ്ഞെന്ന്. തകർന്നു പോയും. പണ്ടുള്ളവർ പറയും മക്കളെ കണ്ടും മാമു കണ്ടും മോഹിക്കരുതെന്ന്. അത് കറക്റ്റാടാ. നീ ഒരെണ്ണം വിളിച്ചാ ഇങ്ങോട്ട്. വരീതേ, നീ എന്തിനാടാ സങ്കടപ്പെടണേ? എടാ ശങ്കര, നല്ലൊരു നാടൻ പാട്ട് പാടി കൊടുത്തടാ. കുമ്പായി കൊച്ചാണ്ടി പാണങ്കക്കടുമാ. ശങ്കര, എടാ നിന്നോട് നല്ലൊരു നാടൻ പാട്ട് പാടി കൊടുക്കാനല്ലടാ പറഞ്ഞത്. മുതലാളി ഫോൺ അടിക്കുന്നു. എന്താ പേര് പെണ്ണേ? സത്യമാണോടി? ഞാനിപ്പോ വരുവാ. ശരി, വെച്ചേക്ക്. എന്താ മുതലാളി? സണ്ണിമാൻ വരുന്ന ക്രിസ്മസിന്. സണ്ണിമാൻ വരുന്നു? ഇനി ക്രിസ്മസിന് 3-4 ദിവസം കൂടെ ഉള്ളല്ലോ. നമുക്ക് ആഘോഷിക്കാം. കുറെ നാളായി നേരിപ്പണി കാര്യം ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുക. ഇപ്പോഴും അവരൊന്ന് ചിരിച്ചു കാട്ടോ. മുതലാളി ഞാനും. ഓക്കെ അടിപൊളി. ഓക്കെ. അല്ലേ വേണ്ട, ഞാനും കൂടെ അടിച്ചേക്കാം. എന്റെ മുതലാളി സന്തോഷം കണ്ടോ? വണ്ടി ഒന്ന് പെട്ടിയല്ലോ എടുത്തോ. വേണ്ട, എല്ലാം ഞാൻ തന്നെ പോയി എടുത്തോളാം. അപ്പച്ചനും അമ്മച്ചോരും എടുത്തോളാം പെട്ടി. അല്ല മുതലാളി, ആ AC നന്നാക്കാൻ വരാമെന്ന് പറഞ്ഞാൽ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. നമുക്കൊരു അരമണിക്കൂടെ നോക്കാം. അല്ല, നമുക്ക് പോവാം. അല്ലടാ, നിങ്ങൾ ഇവിടെ ഇരിക്കുവാന്നോ? ഞാൻ നമ്മുടെ പതിവ് സ്ഥലത്തൊക്കെ പോയി നോക്കി. എടാ, നിങ്ങൾ അവിടെ കണ്ടില്ലല്ലോ. ഓ, ആ AC റിപ്പയർ ചെയ്യുന്ന സാബുനൊക്കെ ഒന്നാണ്. എടാ, നിന്റെ കൊച്ചുമക്കൾ നല്ലോണം മലയാളമൊക്കെ സംസാരിക്കൂടാ. അല്ല, അമേരിക്കയിലല്ലേ ജനിച്ചുള്ളത്, അതുകൊണ്ട് ചോദിച്ചതാ. അതവര് വന്ന് സംസാരിച്ചല്ലേ അറിയത്തുള്ളൂ മലയാളമാണോ അല്ലേ? ഇല്ലേ മുതലാളി? പിന്നെ നമ്മൾ ഈ കെട്ട റമ്മടി നിർത്തണം കേട്ടോ. പിന്നെ മോൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ മണമുള്ള സാധനമൊക്കെ അടിച്ചുകൊണ്ട് കയറിയ പ്രശ്നമാണ്. ഇത് നമുക്ക് സ്കോച്ച് അടിക്കണം. സ്കോച്ച് എന്താണെങ്കിലും ഈ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കണം. ശരിയാ.
ഹലോ അതെ ഞാനാണ് സംഖ്യ. പിന്നെ ക്രിസ്മസ് ഒക്കെ പൊടിക്കണ്ടേ? ഞാൻ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. നീയും വൈഫും കൂടി എത്തിയേക്കണം കേട്ടാ. ഈ ക്രിസ്മസ് ഒക്കെ ആയിട്ടേ നിനക്ക് വയ്യായിരിക്കല്ലേ, നിന്നെ സഹായിക്കാൻ ആ ജാനുവിനെ വിളിക്കാന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ? ആ നാളെ എൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട്. അവർക്ക് കുറച്ച് പന്നി ബീഫും ചിക്കനും ഒക്കെ ആയിട്ട് വേണമല്ലോ. എടാ ഇതൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ കുഴപ്പമില്ല, ഇതൊക്കെ വെക്കാനായിട്ട് ജാനുവിനെ ആരെങ്കിലും വിളിക്കണ്ട. അവർക്ക് വയ്യാണ്ടിരിക്കും. അമ്മച്ചി തന്നെ വെച്ചാൽ മതി. അമ്മച്ചി അവർക്ക് വയ്യാണ്ടിരിക്കല്ലേടാ. അമ്മച്ചിക്ക് വെക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല അച്ചായ, ഞാൻ ചെയ്തോളാം. മോന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അമ്മച്ചി ചെയ്തു തരാം. അപ്പൊ നാളെ അവര് വരും. അവർക്കുള്ള എന്താന്ന് വെച്ചാൽ അമ്മച്ചി ഉണ്ടാക്കി കൊടുക്കാം. അമ്മച്ചി ചെയ്തോളാം, സാരമില്ല അച്ചായ. വയ്യായാലും ഞാൻ ചെയ്തോളാം, അവൻ്റെ ആഗ്രഹമല്ലേ. മക്കളെ ഇന്ന് വന്നേ. അപ്പാപ്പന് മനസ്സിലായ? ആ നിങ്ങളുടെ അപ്പാപ്പൻ്റെ കൂട്ടുകാരനാ. മക്കളിത് കഴിച്ചോട്ടാ. താങ്ക് യു അങ്കിൾ. ബാ നമുക്ക് അമ്മ കാണാതെ അവിടെ പോയിരുന്ന് കഴിക്കാം. കുഞ്ഞാ നാളെ എത്ര മണിക്ക് വരും? രാവിലെ നാളെ എന്റെ കൂട്ടുകാരൊക്കെ വരുന്ന ദിവസമാണ്. അപ്പച്ചന്റെ കുറെ അളന്ന കൂട്ടുകാരുണ്ട്. ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ കണ്ടുപോരുത്. സണിജ, ഞാൻ പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഇതുപോലത്തെ അലവലാതി പിടിച്ച കുറെ കൾച്ചറില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അവരുടെ കൾച്ചറൊന്നും നമ്മൾ ചേർന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാടവരമ്പത്ത് കൂടാടാ. പിന്നെ മേരിക്കുഞ്ഞ് ചോദിക്കണമെങ്കിൽ ഞാൻ ഇറച്ചി വാങ്ങാൻ പോയിരിക്കുമെന്ന് പറഞ്ഞേക്കാം. ഇടി നമ്മുടെ പൂവങ്കണ്ടത്തിലെ ബേബിച്ചൻ അബ്കാരി ഫോൺ ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ ഭാര്യ. ഇത് പിന്നെ അറിയാലോ, നമ്മുടെ പ്രിയ പത്നി ജാൻസി. അത് തന്നെ. ഇത് അനിൽ, പുള്ളി റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയൊക്കെയാണ്. ഇടി ഇത് സജീവ് പാലാക്കാരൻ, മലയാളം ന്യൂസ് റിപ്പോർട്ടറാണ് ആള്. അയ്യോ, എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ അമേരിക്കക്കാരിങ്ങനെ മലയാളം ചാനലൊന്നും കാണാറില്ല. സോറി, ഞങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ കാണാറുള്ളൂ. നമുക്ക് എന്നാ അതോട്ടിരിക്കാം. എന്നാ പിന്നെ സമയം കളയത് ഓരോ ഒഴിക്കളിയാ. ഞങ്ങൾക്ക് ഈ വൈനൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ ഇതൊന്നും കഴിച്ചോളാം. നിന്റെ ഇഷ്ടം പോലെ. ഇരിക്കാൻ ഇതേ പെങ്ങളെ, കുട്ടനാട്ടിൽ എവിടെ കറങ്ങാൻ പറ്റും എൻ്റെ ഹൗസ് ബോട്ട് അടി, ചെലവ് എൻ്റെ വാ. ഈ ഫോറിനേഴ്സിനെ പറ്റിച്ച് കുറെ കാശുണ്ടാക്കുന്നതല്ലേ, നിനക്ക് പിന്നെ ഇതൊക്കെ ചെയ്യാം. ഒന്ന് പോടാ അവിടുന്ന്. ഞാനങ്ങനൊന്നും കഴിക്കാറില്ല. ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ വരുമ്പോൾ ഒന്നോ രണ്ടോ. എന്റെ ആന്റി, എനിക്കിത് പതിവാ. ഒരു ദിവസം 2 3 കഴിക്കാതെ ഞാനങ്ങ് ഉറങ്ങിയല്ല. ആന്നേ. നിന്റെ ശരിക്കുള്ള പേരെന്താ? ആന്റിക്ക് എന്റെ ശരിക്കുള്ള പേര് അറിയാമേലേ? പ്രിയങ്ക വർമ്മ. പേരിൽ എന്തിരിക്കുന്നു, നല്ല കുടുംബമഹിമ വേണം. ഹലോ, ഞാനിതാ വരുന്നു. അളിയ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ ഏർപ്പാണ്. എന്താ ഞാൻ പോവാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എടാ, എന്റെ ചിട്ടി കമ്പനിയൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പൊ? ഓ, അത് പടക്കം പൊട്ടുന്ന 8 നില പൊട്ടി പോയില്ലേ. ഇച്ചിരി വെള്ളം ഇങ്ങനെ.
നീ ആ പടക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ക്രിസ്മസ് ആയിട്ട് ഒരു ബഹളം വരും, ഒരു പടക്കമൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊരു ഗുമ്മ് കിട്ടിയേനെ. ഞാനൊരു കാര്യം ഇപ്പൊക്കെ എന്ത് ക്രിസ്മസ് അടിക്കുന്നത് അതൊക്കെ ഞങ്ങളുടെ കാലത്ത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമല്ലേ മോനെ. എന്നാലും ഞങ്ങളൊരു ചട്ടക്കൂടില്ല കഴിഞ്ഞോളൂ. ഇപ്പോഴായി പ്രതാപമൊക്കെ ഉണ്ടായ അന്ന് ഞാൻ പാടത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവര് മണൽ വെട്ടിച്ചെത്തി നക്ഷത്രമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലേ തണ്ണി കടയിൽ മേടിക്കുമ്പോൾ പൈസ ഇല്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ അടുത്ത ഏറ്റവും വലിയ കുടുംബക്കാർ ചേന്തർ കുടുംബക്കാർ അവരുടെ വീട്ടിലാണ് എപ്പോഴും ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കുന്നത്. ആ പടക്കത്തിൽ ഒച്ച കേൾക്കുമ്പോൾ സണ്ണി വരാൻ തുടങ്ങും. അപ്പോൾ പടക്കം വേണം പടക്കം വേണം. അവസാനം ഞാൻ ആ രാത്രി അവിടെ ചെല്ല പൊട്ടാത്ത പടക്കൊക്കെ കൊണ്ടുകൊടുത്ത് ഒട്ടിച്ച് വളർത്തിയ മോനായി. അപ്പനും ബാക്കി പറയുന്നില്ല. സണ്ണി ഒന്നിങ്ങി വന്നേ. ഒരു കാര്യം പറഞ്ഞേക്കാം, തന്റെ തന്ന എന്തൊക്കെ വർത്തമാനോട് അവിടെ കിടന്ന് പറയുന്നത്. അങ്ങനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടില്ലേ താൻ എന്റെ തനി കൊണ അറിയും കേട്ടല്ലോ. അപ്പൊ ശരിക്കും പുള്ളിയുടെ അമ്മച്ചിയുടെ കറിയൊക്കെ സൂപ്പറായി. ക്രിസ്മസ് ആയിട്ട് ഒരു പപ്പാഞ്ഞു കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ്? എന്നെ അവരുടെ മുമ്പിൽ നാറ്റിച്ച് അടങ്ങത്തുള്ള പടക്കം പൊട്ടിച്ചെന്ന് കുടിൽ കിടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് അവരുടെ മുമ്പിൽ വെച്ച് വളമണത്? ആശം പിടിക്കാനായിട്ട് അമേരിക്കയിൽ ഇവിടെ വരണ്ടായിരുന്നു. എന്തറിയാതെ അവരുടെ മുമ്പിൽ ഇനി കണ്ടുപോകരുത്. എങ്ങോട്ട് വെച്ചാൽ പൊക്കോണം. ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങോട്ട് വെച്ചപ്പോ സണി, നീ ആ സ്റ്റാർ കണ്ടോ? അതിനൊക്കെ വലിയൊരു സ്റ്റാർ മേടിച്ച് നമുക്ക് ഈ പ്ലാവിൽ തൂക്കിയാലോ? ഒന്നുമല്ല, നീ ഒരു അമേരിക്കക്കാരനല്ലേ, നാട്ടുകാരൊന്നും കാണണ്ട. എടാ അതിനിപ്പം മേളിൽ കയറാൻ ആരും കിട്ടാറില്ലെന്ന് എന്റെ അപ്പച്ചൻ വിചാരിച്ച കാര്യം നടക്കും. എടാ നീ പറയുന്ന നടക്കൊന്നുമല്ല. പുള്ളി അതിന്റെ മേളിൽ നിന്നെങ്ങാണം വീണ് കയ്യോ കാലം ഒടിഞ്ഞു കഴിഞ്ഞാലേ ആര് നോക്കാനാ? വീണ് യാകുവാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അതിനൊന്നും സമയമില്ല. മനസ്സ് കാണുന്ന ശ്വാസം മുട്ടില്ല, ആശുപത്രി കൊണ്ടുപോകണം. അമ്മച്ചിക്ക് വല്ല വായു കയറിയായിരിക്കും. ഇന്ന് അവര് ബെഗ് വെച്ച് കൊടുക്കുന്ന വണ്ടി നടക്കുവാനാ. എന്താ ചേട്ടാ കാര്യം? എന്റെ ഭാര്യ മേരിക്കുട്ടി ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കിടക്കുമ്പോഴാണ് ചേട്ടാ ഇത്ര ബുദ്ധിമുട്ട് വിളിച്ചത്. കാര്യങ്ങൾ പിന്നെ പറയാൻ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങനെ വരാതിരുന്ന് വന്നേച്ച് ക്രിസ്മസ് ആഘോഷിച്ചിട്ട് മേരിപ്പിണിനെ കൊന്നേച്ച് അവരങ്ങ് പോകും. ഇനി അടുത്ത ക്രിസ്മസിന് അവര് വരണ്ട. അവര് വന്നാലേ അവരെന്റെ മുതലാളി 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 ബാ മുതലാളി നമുക്ക് പോവാം. മുതലാളി